എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആസും നമ്മുടെ ചിമ്മനും അവർ രണ്ടുപേരും ചേർന്ന് ഇപ്പൊ ഡ്രാഗനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവുകയാണ്. ആസ് പറയും തീർച്ചയായിട്ടും എൻ്റെ അടിയിൽ അത് ചത്തും മണ്ണടിയും. അതിന് ചിമ്മൻ അവൻ പറയും ഒരിക്കലുമില്ല, നിന്റെ പവർ അതിൻ്റെ അടുത്ത് വിലപ്പോകില്ല, ഞാനായിരിക്കും അതിനെ കൊല്ലാന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും 150 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ തർക്കം. അതിനുശേഷം അവർ ഓടിപ്പോയി അതുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അതേസമയം ഹീറോയും മാസ്റ്റർ ബാലനും അവർ കുട്ടികളെല്ലാം സേഫാക്കി ഒരു ഭാഗത്ത് നിർത്തി ഓടി വരുമ്പോഴായിരിക്കും ദൂരത്തായിട്ട് ജിമ്മനും ആസും ആ ഡ്രാഗൺ ബീസ്റ്റിനോട് ഏറ്റുമുട്ടുന്നത് കാണുക. ഇവരെന്തായി ചെയ്യണേ? ഞാൻ ഇവരോട് അതിനെ ഡൈവേർട്ട് ചെയ്യാനല്ലേ പറഞ്ഞേ? ഞാൻ പറഞ്ഞത് കേൾക്കാതെ അവരിപ്പോ അതുമായിട്ട് ഫൈറ്റ് ചെയ്യാണെന്ന് ബാലൻ ചോദിക്കും. ആസാണെങ്കിൽ ദൂരത്ത് നിൽക്കുന്ന നമ്മുടെ ഹീറോയെ കാണും. മാസ്റ്റർ, നിങ്ങൾ വന്നോ? നമ്മുടെ ടീം തന്നെ ഈ ബീസ്റ്റിനെ കൊല്ലൂന്ന് പറഞ്ഞ് അവനിപ്പോ ഫയർ ഉപയോഗിച്ച് അതിനെ അറ്റാക്ക് ചെയ്യാണ്. ഫയർ ആണെങ്കിൽ കുറച്ച് ആ ജിമ്മന്റെ ചിറകില് കത്തിപ്പിടിക്കാണ്. അതിനാ ജിമ്മൻ ദേഷ്യപ്പെട്ട് പറയും, നീ എന്തായി ചെയ്യണേ? നീ കാരണം എന്റെ ചിറകിലാണ് കുറച്ച് തീയൊക്കെ പിടിച്ചത്. അതിനാസ് പറയും, നീ കണ്ടില്ലായിരുന്നോ ഞാൻ അതുമായിട്ട് ഫൈറ്റ് ചെയ്യണേ? ഞാൻ ഫൈറ്റ് ചെയ്യുന്നതിനിടയിൽ നീ എന്തിനാ നിന്റെ ചിറകുമായിട്ട് വന്നേ ചോദിക്കും. അതിന് കലി കയറിയ നമ്മുടെ ജിമ്മൻ അവന്റെ പവർ റിലീസ് ചെയ്ത് അതുപയോഗിച്ച് ആസിനെ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോലെ വന്ന് അതുപയോഗിച്ച് ആ ഡ്രാഗൺ അറ്റാക്ക് ചെയ്യാണ്. അതുകൊണ്ട് ഇപ്പൊ ആസിന്റെ കൺട്രോൾ പോവും. ആസ് ആണെങ്കിൽ ഉടനെ അവന്റെ അമർൻ ആനിമലിനെ ഉപയോഗിച്ച് തീ വെച്ച് അതിനെ അറ്റാക്ക് ചെയ്യാണ്. അത് കണ്ട ജിമ്മൻ അവന്റെ സമ്മർൻ ആനിമലിനെ അതിനെ ക്രിയേറ്റ് ചെയ്ത് വാട്ടർ വെച്ച് നമ്മുടെ ആസ് ക്രിയേറ്റ് ചെയ്ത തീ എല്ലാം അണച്ച് കളയാണ്. അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ ഇപ്പൊ പൊരിഞ്ഞ ഫൈറ്റ്. ഈ ഫൈറ്റൊക്കെ കണ്ട് ഹീറോ ആണെങ്കിൽ ഇവർ രണ്ടുപേരും ഇങ്ങനെ ഒരു മണ്ടന്മാരാണല്ലോ എന്ന് പറഞ്ഞ് തലയ്ക്ക് കൈ കൊടുക്കും. അവരവിടെ ഫൈറ്റ് ചെയ്യുന്നതിനിടയിൽ ആ ഒരു ബീസ്റ്റ് അതതിൻ്റെ വലിയ പവർ ഉപയോഗിച്ച് അവരെ അറ്റാക്ക് ചെയ്യും. അത് കണ്ട മാസ്റ്റർ ബാലം ആളങ്ങനെ ചാടി വന്ന് ആ അറ്റാക്കിൽ നിന്ന് എല്ലാവരും പ്രൊട്ടക്ട് ചെയ്യുകയാണ്. ഇമ്മനും നമ്മുടെ ആസും അവർ രണ്ടുപേരും ഒരു സെക്കൻഡ് ഫ്രീസ് ആയിട്ട് ആ ബീസ്റ്റിനെ നോക്കും. ഇവിടെ ഹീറോ ആണെങ്കിൽ നിലവിളിച്ച് പറയും, ആസ് ഓടിക്കോ, ആ ബീസ്റ്റ് അത് നിന്റെ തൊട്ട് പിന്നാലെ തന്നെ ഉണ്ട്. ആസ് ആണെങ്കിൽ തിരിഞ്ഞു നോക്കും. ആ ഒരു ബീസ്റ്റ് അതവന്റെ ക്ലോസ് എത്തി ആസിനെ അറ്റാക്ക് ചെയ്യാണ്. അത് കണ്ട് ഹീറോ ആണെങ്കിൽ ഒരു സെക്കൻഡ് കാലിഗോ പറഞ്ഞൊക്കെ ആലോചിക്കും, ഞാൻ കാരണമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഞാൻ എൻ്റെ ജീവൻ പോലും നോക്കാതെ എല്ലാ കാര്യത്തിലും തലവെക്കുന്നത് കൊണ്ടാണ് എൻ്റെ പിന്നാലെ തന്നെ ആസും പച്ചമുടി പെണ്ണും ബാക്കിയുള്ളവരെല്ലാവരും ഇതുപോലുള്ള അപകടങ്ങളിൽ ചെന്ന് പെടുന്നത്. എല്ലാത്തിനും കാരണം അത് ഞാനാണ്. ബോല മാസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ ഹീറോയെ തട്ടി ഉണർത്തും. അവൻ കണ്ണു തുറന്ന് നോക്കും. അവന്റെ തൊട്ട് മുൻപിൽ ഇപ്പൊ നമ്മുടെ ജിമ്മൻ നിൽക്കുകയാണ്. ജിമ്മന്റെ ചിറക് മുഴുവൻ കത്തി എരിഞ്ഞിരിക്കുന്നു. അവന്റെ പവർ ഉപയോഗിച്ച് ഒരു ഷീൽഡ് അത് ക്രിയേറ്റ് ചെയ്ത് ആസിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിരിക്കുകയാണ്. ജിമ്മൻ ആ ഷീൽഡിലേക്ക് നോക്കും. ഐ കാൺട്ട് ബിലീവ് ദിസ്. ഇത്രയും പവർഫുള്ളായ എൻ്റെ ഷീൽഡ് പോലും അതിൻ്റെ പവറിൽ കത്തി എരിഞ്ഞു. ആണെങ്കിൽ ഇപ്പൊ ജിമ്മനോട് താങ്ക്സ് പറയും. താങ്ക് യു വെരി മച്ച്. അവനാണെങ്കിൽ വമ്പൻ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് താങ്ക്സിന്റെ ഒന്നും ആവശ്യമില്ല, എൻ്റെ ജീവൻ പോലും പണയപ്പെടുത്തി നിന്നെ ഞാൻ രക്ഷിച്ചത്. ഫ്യൂച്ചറിൽ ഞാനൊരു ഡീമൺ കിങ് ആവുമ്പോൾ എനിക്ക് ഇത് തന്നെ ചെയ്യേണ്ടി വരും. സോ ജസ്റ്റ് ഒരു ട്രയൽ മാത്രമാണ്. സോ താങ്ക്സിന്റെ ആവശ്യമൊന്നുമില്ല എന്നവൻ പറഞ്ഞു നിൽക്കുമ്പോഴായിരിക്കും ആ ഡ്രാഗൺ അത് വീണ്ടും അവിടേക്ക് വന്ന് അവർ അറ്റാക്ക് ചെയ്യുക. ആസാണെങ്കിൽ ജിമ്മന്റെ കൈ പിടിച്ച് വലിച്ച് അവിടെ നിന്ന് ദൂരേക്ക് ഓടി ഒരു ഭാഗത്ത് വന്ന് ഒളിച്ചിരിക്കും. ജിമ്മൻ പറയും, നമ്മൾ കരുതിയതിനെ കഴിഞ്ഞും അത് കൂടുതൽ പവർഫുൾ ആണ്, നമ്മളെ കൊണ്ട് അതിനെ തോൽപ്പിക്കാൻ പറ്റില്ല, നമുക്ക് ഇവിടുന്ന് പോകാം. ആസ് ആണെങ്കിൽ ഷോക്കായിട്ട്, ഇപ്പം മുൻപ് വരെ നിനക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നില്ലേ, ഡീമൺ കിങ് അവർ എന്നൊക്കെ പറഞ്ഞ് നീ ഒരുപാട് ഡയലോഗ് അടിച്ചല്ലോ. അതിന് ജിമ്മനാണെങ്കിൽ ഈ പാസിനെ നോക്കി ചിരിക്കും. നിനക്കതിനെ തടയണമെങ്കിൽ നിനക്ക് തടയാം, അതിനോട് ഫൈറ്റ് ചെയ്യാം. എനിക്കറിയാം നീ ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ ഹീറോ പയ്യന് വേണ്ടിയാണ്, അവന് വേണ്ടി മാത്രമാണ് നീ അതുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. നിന്നെപ്പോലെ തന്നെയായിരുന്നു മുൻപ് ഞാനും. അതിനുശേഷം ഞാൻ അതിൽ നിന്ന് മാറി നടക്കാൻ തുടങ്ങി. മാത്രമല്ല എൻ്റെ ആഗ്രഹം സ്ട്രോങ് ആവണമെന്നല്ല, മറിച്ച് ഒരു ഡീമൺ കിങ് ആവണമെന്നാണ്. നീ ഇതെല്ലാം ചെയ്യുന്നത് ആ ഹീറോ പയ്യന് വേണ്ടി മാത്രമാണ്, അല്ലാതെ ഈ ബീസ്റ്റിനെ നശിപ്പിക്കണം എന്ന് യാതൊരു ലക്ഷ്യവും നിനക്കില്ല. അതിനാസാണെങ്കിൽ അവന്റെ ഫുൾ പവർ ഉപയോഗിച്ച് വലിയൊരു ഫയർ ബാരിയർ അത് ആ ബീസ്റ്റിന് ചുറ്റും അങ്ങനെ ഉണ്ടാക്കുകയാണ്. അതിനുശേഷം ടേൺ ചെയ്ത് ഇപ്പൊ ജിമ്മനോട് പറയും, നീ പറഞ്ഞതെല്ലാം സത്യമാണ്, നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവിടുന്ന് ഉഷാറായിട്ട് ഓടും. ഉടനെ ബാലമാണെങ്കിൽ അവിടേക്ക് ഓടി എത്തുകയാണ്. ഇനി ഈ ബേസ്റ്റിന്റെ കാര്യം അത് ഞാൻ നോക്കാന്ന് പറഞ്ഞ് ഫസ്റ്റ് ബോലം അതുമായിട്ട് ഫൈറ്റ് ചെയ്യും. ആസും ജിമ്മനും അവർ രണ്ടുപേരും ഹീറോയുടെ അടുത്തേക്ക് വരും. ഹീറോ ആണെങ്കിൽ ആസിനെ കണ്ട് ഒരുപാട് സന്തോഷത്തില് അവനെ ഓടി വന്ന് കെട്ടിപ്പിടിക്കും. ജിമ്മനാണെങ്കിൽ ഇപ്പൊ അവർ രണ്ടുപേരെയും തൂക്കിയെടുത്ത് അവിടുന്ന് വീണ്ടും മുൻപോട്ടേക്ക് ഓടും. അതേസമയം ബാലൻ ആള് കട്ടയ്ക്ക് ആ ബീസ്റ്റുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. ബാലമാണെങ്കിൽ ഇപ്പോ ഒരു സീഡ് കയ്യിലെടുക്കുകയാണ്. ബാലം ആ ഡ്രാഗൺ ബീസ്റ്റ് നോക്കി പറയും,
ഞാനൊരു ബയോളജി ടീച്ചറാണ്. സോ നിന്നെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞ് ആ സീഡ് ഉപയോഗിച്ച് ഇപ്പോൾ ഒരു വലിയ മരം ഉണ്ടാക്കും. ആ മരമാണെങ്കിൽ ആ ഡ്രാഗൺ അങ്ങനെ ചുറ്റി വരികയാണ്. ഡ്രാഗൺ അതിന്റെ പവർ ഉപയോഗിച്ച് തീയൊക്കെ വെച്ച് ആ മരം കത്തി എരിയിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ ബാലത്തിനാണെങ്കിൽ അതുകൊണ്ട് യാതൊരു കുലുക്കവും ഇല്ല. നീ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല. ഫയർ കൊണ്ട് നോർമൽ മരങ്ങളൊക്കെ കത്തിയരിക്കാൻ കഴിയും, പക്ഷെ ഇങ്ങനൊരു മരം അത് നിനക്ക് കത്തിക്കാൻ പറ്റില്ല. ബാലമാണെങ്കിൽ ആ ഒരു ട്രീയെ അതിനെ ആളുടെ ഇഷ്ടമുള്ള രീതിയിൽ അങ്ങനെ ഡൈവേർട്ട് ചെയ്ത് എടുക്കുകയാണ്. എന്റെ സ്റ്റുഡൻസിനെ അറ്റാക്ക് ചെയ്ത് നിന്നെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ബോലൻ അദ്ദേഹം അതിന്റെ കഴുത്തിൽ ആഞ്ഞ് കടിക്കും. അടുത്ത നിമിഷം അതങ്ങനെ തകർന്ന് താഴേക്ക് വീഴുകയാണ്. പ്രൊഫസർ ബാലം, നിങ്ങൾ ആക്ച്വലി അടിപൊളിയാണ്. നിങ്ങളുടെ ഇത്രയും പവർ നേരിട്ട് കാണാൻ സാധിച്ചത് ഞങ്ങളുടെ പുണ്യമാണെന്ന് ഈ പാസ് പറയും. അതിന് ബാലമാണെങ്കിൽ ആളുടെ കയ്യിലുള്ള ഒരു ചെറിയ ജീവിയെ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഞാൻ മാത്രമല്ല, ഇവൻ കൂടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എനിക്കിതെല്ലാം ചെയ്യാൻ കഴിഞ്ഞത്. അതിന് ആസ് അങ്ങക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്നെ അങ്ങയുടെ അസിസ്റ്റന്റ് ആക്കിക്കൂടെ? എന്നിട്ട് എനിക്കും ഇതുപോലുള്ള ഒരുപാട് മാജിക്സ് ഒക്കെ പറഞ്ഞു തന്നൂടെ? അതിനെ ജിമ്മനാണെങ്കിൽ ഒരിക്കലും ഇല്ല, എനിക്കും അങ്ങനെയാണെങ്കിൽ മാസ്റ്റർ ഇതെല്ലാം പറഞ്ഞു തരണം. അങ്ങനെ ഇവരിവിടെ തർക്കിക്കുമ്പോൾ ആ 3 ബീസ്റ്റുകൾ അവറ്റകളുടെ ബാക്കി ഉണ്ടായിരുന്ന പവർ എല്ലാം ആ ഡ്രാഗൺ ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് അങ്ങനെ കമ്പൈൻ ആവുകയാണ്. ആ 3 ബീസ്റ്റുകളും ഒന്നിച്ച് കമ്പൈൻ ആയിട്ട് ഇപ്പോ നമ്മുടെ ആൾക്കാർ അറ്റാക്ക് ചെയ്യുകയാണ്. അതിന്റെ പവർ കാണുമ്പോൾ തന്നെ നമ്മുടെ ആൾക്കാർക്ക് ഒരുപാട് പേടിയാവും. മാസ്റ്റർ ബോലമാണെങ്കിൽ അവരോട് ആളുടെ പിന്നിലേക്ക് വന്ന് നിൽക്കാൻ പറയും. അടുത്ത നിമിഷം അത് അറ്റാക്ക് ചെയ്യാണ്. പക്ഷെ അപ്പോഴായിരിക്കും നമ്മുടെ ആവരെയും അസിസ്റ്റന്റ് ചേച്ചിയും അവർ രണ്ടുപേരും ഇപ്പൊ അവിടേക്ക് വന്ന് അതിന്റെ അറ്റാക്ക് അതങ്ങനെ പ്രിവെന്റ് ചെയ്ത് നിൽക്കുകയാണ്. അസിസ്റ്റന്റ് ചേച്ചിയാണെങ്കിൽ ആ ഫെമിലിയറിനെ സമൻ ചെയ്യുന്ന സ്റ്റിക്കർ എടുത്ത് കാണിക്കും. ഇതുപയോഗിച്ച് സമൻ ചെയ്തേ മതിയാവും. നമ്മളെ കൊണ്ട് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇനിയും പവർ നമുക്ക് ആവശ്യമാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ കാലിഗോ മാസ്റ്ററിനെ കാണിക്കും. ആളുടെ കൂടെയുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ മാസ്റ്ററിനോട് പറയും, ആ ബീസ്റ്റുകളെ ഒന്നും ഇവിടെ ഒന്നും കാണാനില്ല. സോ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ വെറുതെ ഇരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. എന്തെങ്കിലും എത്രയും വേഗം ചെയ്യണം. അടുത്ത നിമിഷം കാലിഗോ അവനാണെങ്കിൽ അവിടുന്ന് ഇൻവിസിബിൾ ആയി ഇപ്പോ നമ്മുടെ അസിസ്റ്റന്റ് ചേച്ചിയുടെ കയ്യില് ആ സമരൻ ബേസ്ഡ് ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. കാലിഗോയ്ക്ക് ആണെങ്കിൽ കലി കയറി വരും. അതിന് അസിസ്റ്റന്റ് ചേച്ചി പറയും, നിങ്ങൾക്കിപ്പോ നിന്റെ സഹായം ആവശ്യമാണ്. സോ നീ ഞങ്ങളോട് സഹകരിച്ചേ പറ്റൂന്ന് പറഞ്ഞ് അവര് 3 പേരും വീണ്ടും ആ ബീസ്റ്റിനെ അറ്റാക്ക് ചെയ്യാൻ അതിന്റെ അടുത്തേക്ക് പോകും. അവർക്കെല്ലാം സപ്പോർട്ടായിട്ട് ബാലും മാസ്റ്ററും അവരുടെ പിന്നാലെ പോവാണ്. അവരെല്ലാവരും ചേർന്ന് 4 ഭാഗത്തു നിന്നും അതിനെ അറ്റാക്ക് ചെയ്ത് തകർത്ത് താഴെ ഇടുകയാണ്. അതേസമയം ആ വില്ലന്മാർ ടീമിനെ കാണിക്കും. അവർക്കാണെങ്കിൽ ആ ബീസ്റ്റിന്റെ കാറ്റ് പോയത് ഇപ്പോ കറക്റ്റ് ടൈമിൽ ഇൻഫർമേഷൻ കിട്ടുകയാണ്. അവർ 1 സെക്കൻഡ് ആ ന്യൂസ് കേട്ട് ഷോക്കാവും. ഇവിടെ ആ മോൺസ്റ്റർ ആണെങ്കിൽ ഇപ്പോ സെൽഫ് ഡിസ്ട്രക്ട് ആവാൻ പോവാണ്. അത് മനസ്സിലാക്കിയ കാലിഗോ ആണെങ്കിൽ വലിയൊരു കുഴി കുഴിച്ച് എല്ലാവരോടും അതിന്റെ അകത്തേക്ക് പോകാൻ പറയും. ഉടനെ അവരെല്ലാവരും ആ കുഴിയിലേക്ക് ഇറങ്ങാണ്. പക്ഷെ ആ ഒരു ബീസ്റ്റ് അതിന്റെ ഫുൾ എനർജി അത് യൂസ് ചെയ്ത് സെൽഫ് ഡിസ്ട്രക്ഷൻ നടത്താൻ തുടങ്ങുന്നത് അവിടെയുള്ള എല്ലാവരെയും പാർപ്പിച്ചിരിക്കുന്ന ആ റീഹാബിലാണ്. അത് കണ്ട് നമ്മുടെ ആൾക്കാർ ഡബിൾ ഷോക്കാവും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവരങ്ങനെ പകച്ചു നിൽക്കുകയാണ്. അടുത്ത നിമിഷം ആ റോണവെ അവൻ നിലവിളിച്ചു പറയും, നിർത്തടാ നീ, സ്റ്റോപ്പ് ദ ഫക്ക്. എന്റെ പപ്പ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ ഒരു പാർക്ക് അത് നീ ഇത്രയും തകർത്ത് തരിപ്പണമാക്കി. അവന്റെ അറ്റൻഷൻ പവർ ഉപയോഗിച്ച് ആ ബീസ്റ്റിനെ അവന്റെ നേർക്ക് അങ്ങനെ ഡൈവേർട്ട് ചെയ്യും. എല്ലാ ആൾക്കാരും ഇപ്പൊ ശ്വാസമൊക്കെ അടക്കി പിടിച്ച് ആ കാഴ്ച കാണുകയാണ്. അപ്പോഴായിരിക്കും എല്ലാവരെയും അത്ഭുതപ്പെടുത്തി നമ്മുടെ ഹീറോ അവൻ റോണവയുടെ മുൻപിലേക്ക് ചാടി വീഴുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.